ഈ ഒരു സെഷനിൽ നമ്മൾ എങ്ങനെ യൂണിറ്റി ഇൻസ്റ്റാൾ ചെയ്യാം, സിസ്റ്റത്തിൽ എങ്ങനെ റൺ ചെയ്യാം, പിന്നെ ബേസിക് ആയിട്ട് യൂണിറ്റി ഒന്ന് പരിചയപ്പെടാം. അപ്പം ആദ്യം യൂണിറ്റി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിറ്റി ഹബ്ബ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ കൂടിയാണ് നമ്മൾ യൂണിറ്റീൻ്റെ കുറേ വേർഷൻസ് ഉണ്ട്. യൂണിറ്റിക്ക് പല വേർഷൻസ് ഉണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് യൂണിറ്റി 6. നമ്മൾ യൂണിറ്റി ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ യൂണിറ്റി ഹബ്ബ് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഏതെങ്കിലും ബ്രൗസറിൽ കയറാം. ഏതെങ്കിലും ബ്രൗസറിൽ കയറിയിട്ട് യൂണിറ്റി ഹബ് ഡൗൺലോഡിന് സെർച്ച് ചെയ്യാം. ഇപ്പോൾ വിൻഡോസ് ആണെങ്കിൽ വിൻഡോസിൽ സെർച്ച് ചെയ്യാം യൂണിറ്റി ഹബ് ഡൗൺലോഡ് ഫോർ വിൻഡോസ്, ഓർ മാക് OS ആണെങ്കിൽ യൂണിറ്റി ഹബ് ഡൗൺലോഡ് ഫോർ മാക് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ലിങ്ക് സ്റ്റാർട്ട് യുവർ ക്രിയേറ്റീവ് പ്രൊജക്ട്സ് ആൻഡ് ഡൗൺലോഡ് വിത്ത് യൂണിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ സൈൻ ഇൻ ചെയ്യാൻ പറയും. ഗൂഗിൾ വെച്ച് സൈൻ ഇൻ ചെയ്യാം. ഞാൻ ഓൾറെഡി സൈൻഡ് ഇൻ ആണ്. അപ്പം എനിക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ലിങ്കിലേക്ക് പോയി. അപ്പോൾ ഡൗൺലോഡ് ലിങ്കിൽ ഡൗൺലോഡിനായിട്ട് ഒരു യൂണിറ്റി ഹബിന് സെറ്റപ്പ് വരും. ആ സെറ്റപ്പ് നിങ്ങൾക്ക് വേണ്ട ഒരു ഫോൾഡറിലേക്ക് സേവ് ചെയ്യാം. യൂഷ്വലി ഡൗൺലോഡ് ഫോൾഡറിൽ സേവ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പം അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റാളേഷൻ വരും. അപ്പോൾ ആ ഫയൽ എടുത്തിട്ട് നമ്മൾ ആ ഫയൽ സേവ് ചെയ്ത ലൊക്കേഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ യൂണിറ്റി സെറ്റപ്പ് ഇൻസ്റ്റാളേഷൻ ഉണ്ടാവും യൂണിറ്റി ഹബിൻ്റെ. അപ്പോൾ അത് അപ്രൂവ് ആക്കി അതിൽ ഐ അഗ്രി, എവിടെയാണ് വേണ്ട ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അവിടെ സെലക്ട് ചെയ്യാം, ലൊക്കേഷൻ സെലക്ട് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം. വൺസ് ഇൻസ്റ്റാൾഡ് നിങ്ങൾക്ക് യൂണിറ്റി ഹബ്ബ് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിപ്പം ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇൻസ്റ്റാൾ ആവുന്നത് യൂണിറ്റി 6 സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂണിറ്റി 6 ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു യൂണിറ്റിൻ്റെ വേർഷനാണ്. അപ്പം അതിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി ആദ്യം യൂണിറ്റി ഹബ്ബ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി ഓക്കെ, അതിൽ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്, റൺ യൂണിറ്റി ഹബ്. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് ഫസ്റ്റിനെ ഫിനിഷ് അടിക്കുമ്പോൾ ആ റൺ യൂണിറ്റി ഹബ് ചെക്ക് ബോക്സും ചെക്ക് ചെയ്തതിനെ കൊണ്ട് നമുക്ക് യൂണിറ്റി ഓപ്പൺ ആവും, യൂണിറ്റീൻ്റെ ഹബ്ബ് ഓപ്പൺ ആവും. അപ്പം ഒരു 2 മിനിറ്റ് എടുക്കുന്നുണ്ട് ഓപ്പൺ ആവാൻ. ഓക്കെ, ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൽ ഞാൻ ഓൾറെഡി പ്രൊജക്ട്സൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഫ്രഷ് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം യൂണിറ്റി ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടി ആദ്യമായിട്ട് ഇവിടെ ഇൻസ്റ്റാൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇൻസ്റ്റാളിൽ മേലെ ടോപ്പ് റൈറ്റിൽ ഇൻസ്റ്റാൾ എഡിറ്റർ എന്നുണ്ടോ. അതിൽ റെക്കമെൻഡഡ് ആയിട്ട് യൂഷ്വലി വരേണ്ടതാണ് യൂണിറ്റി 6. ഇപ്പോൾ യൂണിറ്റി 6ൻ്റെ 6.3 വേർഷൻ ആണുള്ളത്. അപ്പോൾ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യാം. അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ. ഈ വിഷ്വൽ സ്റ്റുഡിയോ വെച്ചിട്ടാണ് നമ്മൾ യൂണിറ്റിയിൽ പ്രോഗ്രാം ചെയ്യാം. യൂണിറ്റി എഞ്ചിൻ്റെ C# എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുക. അത് കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മൈക്രോസോഫ്റ്റിൻ്റെ വിഷ്വൽ സ്റ്റുഡിയോ. അത് ഇതിൻ്റെ കൂടെ ഇൻസ്റ്റാൾ ആവും. പിന്നെ അതുകൂടാതെ ഇപ്പം ആൻഡ്രോയിഡ് ആപ്സോ iOS ആപ്സോ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അതും ചെക്ക് ബോക്സ് ചെയ്യാം. പിന്നെ tvOS ഉണ്ട്. അപ്പോൾ നമുക്കിപ്പം tvOSും വിഷൻ ആപ്പിളിൻ്റെ വിഷൻ ലെൻസും ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ അൺചെക്ക് ചെയ്യാം. പിന്നെ ലിനക്സ് ബിൽഡ് സപ്പോർട്ട് ഇപ്പോൾ ആവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ ഇത് നമുക്ക് പിന്നെയും ഇൻസ്റ്റാൾ ചെയ്യാം. യൂണിറ്റി ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പിന്നെ എപ്പോൾ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ ബാക്കി ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം ലാംഗ്വേജ് പാക്സും. ഇപ്പം വേറെ ലാംഗ്വേജിലെ ഗെയിം റിലീസ് ചെയ്യണമെങ്കിൽ ലാംഗ്വേജ് പാക്സും ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ വൺസ് ഇത് എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫോം വരും, ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അതിലും ഒരു ഐ അഗ്രി എന്ന് പറഞ്ഞ ചെക്ക് ബോക്സ് ഉണ്ടാവും. ആ ചെക്ക് ബോക്സും ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ, സിമ്പിൾ. അപ്പം കുറച്ച് ടൈം എടുക്കും ഇൻസ്റ്റാൾ ആവാൻ. ഓൾമോസ്റ്റ് ഇപ്പം 21 ഫയൽസ് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഒന്ന് ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമുക്ക് യൂണിറ്റി പരിചയപ്പെടാം. സോ ഇപ്പോൾ ദാ യൂണിറ്റി 6.3 ഡൗൺലോഡ് ആയി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. പിന്നെ ഇത് യൂണിറ്റിയിൽ കണ്ടില്ലെങ്കിൽ യൂണിറ്റി ത്രൂ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ജസ്റ്റ് യൂണിറ്റിൻ്റെ വേർഷൻ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ അത് ഗൂഗിളിൽ പിന്നെയും കയറുക, യൂണിറ്റി 6 ഡൗൺലോഡിന് സെർച്ച് ചെയ്യാം. യൂണിറ്റി 6 ഡൗൺലോഡ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കാണാം ഡൗൺലോഡ് ദ ലേറ്റസ്റ്റ് റിലീസ് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാം ഡൗൺലോഡ് യൂണിറ്റി 6. അത് യൂണിറ്റി 6ലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട വേർഷൻ ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി വന്ന 6.3 ആണ്.
അപ്പോൾ 6.3 ആയിട്ട് ഒരു ഡൗൺലോഡ് ഓപ്ഷൻ കാണും, ഡൗൺലോഡ് യൂണിറ്റിന്ന്. അങ്ങനെ ഡൗൺലോഡ് ചെയ്താലും മതി. ഇപ്പോൾ യൂണിറ്റി ഹബ്ബ് ത്രൂ കിട്ടും. പിന്നെ നമുക്ക് ഇപ്പോൾ യൂണിറ്റി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഞാനൊരു ഇൻട്രൊഡക്ഷൻ തരാം. അങ്ങനെ അപ്പോൾ യൂണിറ്റി ഡൗൺലോഡ് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് കാണും. അപ്പം നിങ്ങൾക്കിപ്പോൾ 2D ഗെയിം ഡെവലപ്പ് ചെയ്യാം, ഒരു 3D വേൾഡ് ഡെവലപ്പ് ചെയ്യാം, ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഒരു 3D റെൻഡറിങ് പൈപ്പ് ലൈനാണ് നോക്കുന്നത്. അപ്പം ഇതിൽ യൂണിവേഴ്സൽ 3D എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സൽ റെൻഡർ പൈപ്പ് ലൈൻ എന്ന് വിളിക്കും. ഇതിൽ നിങ്ങൾക്ക് എല്ലാം URP എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് മുന്നിൽ വരുന്ന ക്ലാസ്സസിൽ പറഞ്ഞുതരാം. അപ്പോൾ യൂണിറ്റിയിലുള്ളത് ഒരു ക്രിയേറ്റ് പ്രൊജക്റ്റ് അടിക്കാം. ക്രിയേറ്റ് പ്രൊജക്റ്റ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ന്യൂ പ്രൊജക്റ്റ് എടുത്ത് ക്രിയേറ്റ് പ്രൊജക്റ്റ് അടിക്കുമ്പോൾ കുറേ ഓപ്ഷൻസ് ആണ്. ഒരു പ്രൊജക്റ്റിന് നെയിം കൊടുക്കുക. ഇപ്പം ഞാനിപ്പോൾ ലേൺ എന്നുള്ളൊരു നെയിമാണ് കൊടുത്തത്. അതിൻ്റെ കൂടെ തന്നെ ലേണിൽ ഇപ്പോൾ 2 ഓപ്ഷൻ കാണാം. ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ടൈപ്പിൽ ക്രിയേറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ യൂണിറ്റിയിൽ ഓഫ്ലൈനായിട്ട്, ലൈക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ തന്നെ എല്ലാ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന രീതിയിലോ, അഥവാ ക്ലൗഡിൽ. ഇപ്പം ഒരു 3-4 ആൾക്കാർ ടീമിലുണ്ടെന്ന് വിചാരിച്ചത്. നിങ്ങൾ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ആ ടീമിൽ 3-4 ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടി ഷെയർ ചെയ്ത് യൂസ് ചെയ്യാനൊക്കെയാണ് ഈ ക്ലൗഡ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കിപ്പോൾ തൽക്കാലം ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിറ്റിയിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ലൈക്ക് ക്രിയേറ്റ് എ ന്യൂ ലോക്കൽ പ്രൊജക്റ്റ്. അത് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്തിട്ട് ലേൺ, ഇപ്പോൾ ലേൺ എന്നിട്ട് ഓൾറെഡി ഒരു നെയിം ഉണ്ട്. അപ്പോൾ ലേൺ 1 എന്ന് ഞാൻ കൊടുത്തു. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. എവിടെയാണ് ഒരു പുതിയ ഫോൾഡർ ഉണ്ടാക്കുന്നതായിരിക്കും ബെറ്റർ. ബിക്കോസ് നിങ്ങൾ എല്ലാ ഡാറ്റയും നിങ്ങളിപ്പോൾ ഉണ്ടാക്കുന്ന എല്ലാം അതിലേക്ക് സേവ് ആവുക. അപ്പം ഒരു പുതിയ ഫോൾഡർ ഉണ്ടാക്കാം. ഞാൻ ഓൾറെഡി ഒന്ന് യൂണിറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് ആയിക്കഴിഞ്ഞാൽ യൂണിറ്റി എഞ്ചിൻ ഓട്ടോമാറ്റിക്കലി ലോഞ്ച് ആവും. അത് കുറച്ച് ടൈം എടുക്കും യൂണിറ്റി എഞ്ചിൻ ലോഡ് ആവാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ടൈം ലോഡിങ്ങിലാണ് കുറച്ച് നല്ല ടൈം എടുക്കുക. എന്തുകൊണ്ട് എല്ലാ അസറ്റ്സും ബേസിക് അസറ്റ്സ് ഉണ്ടാവും ഓൾറെഡി. അപ്പം ആ അസറ്റ്സൊക്കെ കാണിച്ചിടാം. പിന്നെ അതുകൂടാതെ യൂണിറ്റീൻ്റെ തന്നെ ആയിട്ടുള്ള ഫങ്ഷൻസ് ഒക്കെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. ലൈക്ക് ഒരു 5 മിനിറ്റ്സിനുള്ളിൽ ആ സാധനം മൊത്തം ലോഡായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഹൈറാർക്കി എന്താണ്, അതിൽ കുറേ വിൻഡോസ് ഉണ്ട്. ആ വിൻഡോസിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം. അതിൽ ഹൈറാർക്കി വരുന്നുണ്ട്, ഇൻസ്പെക്ടർ വരുന്നുണ്ട്, കൺസോൾ വരുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. സോ അതിലൊരു എക്സ്ട്രാ ഇത് വന്നിട്ടുണ്ട്, സം ഫീച്ചേഴ്സ് ഓഫ് യൂണിറ്റി. ഇങ്ങനെ വിൻഡോസ് സെക്യൂരിറ്റിൻ്റെ ഓപ്ഷൻ വരികയാണെങ്കിൽ അത് ഡിസേബിൾ ചെയ്ത് വെക്കാം. അതിനെക്കൊണ്ടൊരു ഇഷ്യൂ വരുന്നതല്ല, ബട്ട് സ്റ്റിൽ ബിക്കോസ് യൂണിറ്റിയിൽ കുറച്ചും കൂടി ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. അതിലിപ്പം പ്ലഗിൻസ് എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ ഉണ്ട്. പ്ലഗിൻസ് എന്ന് പറയുന്നത് ലൈക്ക് നോർമലായിട്ട് ഞാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻഡിവിജ്വൽസ് ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പ്ലഗിനായിട്ട് യൂണിറ്റി പർച്ചേസ് ചെയ്യും. ആൻഡ് അതിനെക്കൊണ്ട് തന്നെ അതിൻ്റെ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ കുറേ ഓപ്പൺ സോഴ്സ് ആയിട്ട് വരുന്നതുണ്ട്. അപ്പം ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, സോ യെസ്, യൂണിറ്റി ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ യൂണിറ്റി ഓപ്പൺ ആകുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു ഔട്ട്ലൈനാണ് കാണുക. ലൈക്ക് ഈ ഒരു ലേ ഔട്ടിലാണ് കാണുക. അത് ഒന്ന് ഇമ്പോർട്ട് ആവുക, ലൈക്ക് ഷെയ്ഡേഴ്സും അതേപോലെ തന്നെ ഇതിലുള്ള ബേസിക് അസറ്റ്സും ഒക്കെ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കാം. സോ യെസ്, യൂണിറ്റി ഓപ്പൺ ആയി. ഇനി ഓക്കെ, സോ യൂണിറ്റിയിൽ ഫസ്റ്റ് ഓപ്പൺ ആയി വരുമ്പം ഒരു 3 സെഗ്മെൻ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 സെഗ്മെൻറ്റിൽ റൈറ്റിൽ വരുന്നത് ഇൻസ്പെക്ടർ എന്ന് പറയും. ഇപ്പം ഇതിൽ ഒരു റീഡ്മി ഉണ്ടാവും. അത് നിങ്ങളൊന്ന് വായിച്ചു വെക്കുക. ലൈക്ക് അതിന് ഡോക്യുമെൻറ്റേഷനാണ്, ഈ URP എന്താണ്, അതിൻ്റെ ഫോംസ്, അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പം അത് ഇപ്പം നോക്കണ്ട, ലൈക്ക് ജസ്റ്റ് റിമൂവ് അടിക്കുക, റിമൂവ് റീഡ്മി അസെറ്റ്, അങ്ങനെ പ്രൊസീഡ് ചെയ്യാം. പ്രൊസീഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഡൊമെയിനൊക്കെ ഒന്ന് റീലോഡ് ആവും. വൺസ് ഇറ്റ്സ് ഡൺ, യെസ്, ഓക്കെ, വൺസ് ഇറ്റ്സ് ഡൺ ഇങ്ങനെയാണ് ഉണ്ടാവുക യൂണിറ്റീൻ്റെ ഒരു മൊത്തം ഔട്ട്ലൈൻ. ഈ മൊത്തം ഔട്ട്ലൈനിൽ മെയിനായിട്ട് നോർമലി ഫയൽ, എഡിറ്റ്, ലൈക്ക് അതിലൊക്കെ ഓരോ ഫങ്ഷൻസ് ഉണ്ട്. ഈ എഡിറ്റ്, കോമ്പോണൻറ്റ്, സർവീസസ്, അതിലുള്ള ജോബ്സ്. പിന്നെ അതേപോലെ തന്നെ മെയിനായിട്ട് വരുന്നത് യൂണിറ്റിയിൽ ചെക്ക് ചെയ്യേണ്ടത്
ഒന്ന് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ്. പിന്നെ അതേപോലെ തന്നെ അസറ്റ് സ്റ്റോർ. അസറ്റ് സ്റ്റോറിൽ എന്ന് പറയുന്നത് യൂണിറ്റിൻ്റെ ഒരു ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറാണ്. അതിലിപ്പോൾ നിങ്ങൾ ഗെയിം ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഗെയിമിനൊരു ഫിസിക്സ് വേണോ അല്ലെങ്കിൽ ലൈക്ക് അസറ്റ്സ് ബേസിക് ആയിട്ട് ഇപ്പോൾ ഒരു ഏരിയ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ട്രീസ്, അതേപോലെ തന്നെ ലൈക്ക് ബുഷ്, ഗ്രാസ്, പിന്നെ ടെക്സ്റ്റേഴ്സ്, ഇതൊക്കെ ഫ്രീ ആയിട്ടുണ്ട്, പെയ്ഡ് ആയിട്ടുണ്ട്. ഫ്രീ ആയിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്, ഫ്രീ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നിങ്ങളൊരു നല്ല ഇൻഡെപ്ത് ആയിട്ടൊരു പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അതിനിപ്പോൾ പെയ്ഡ് റിസോഴ്സസ് വേണമെങ്കിലും അതിലുണ്ട്. അപ്പോൾ യൂണിറ്റിയിൽ ബേസിക്കായിട്ട് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ, ഇൻസ്പെക്ടർ വിൻഡോ എന്ന് പറയുന്നത് ഒരു എലമെൻറ്റ് ലൈക്ക് ഒരു അസെറ്റ് എടുത്ത് ഇട്ടു, ഒരു അസെറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു അസെറ്റ് ഇമ്പോർട്ട് ചെയ്തു. ആ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം അതിനായിട്ടുള്ള ഡീറ്റെയിൽസ് അത് കാണിച്ചു തരാം. അത് ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് പോവാം. ഇപ്പം ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഇൻസ്പെക്ടർ വിൻഡോയിലാണ് മൊത്തം. ഇപ്പം സൈസ് മാറ്റണോ, അതിൻ്റെ പൊസിഷൻ മാറ്റണോ, അല്ലെങ്കിൽ ലൈക്ക് അതിൻ്റെ ഷേപ്പിന് റൊട്ടേഷൻ റെഡിയാക്കണോ, പിന്നെ നിങ്ങൾക്ക് കോഡ് ചെയ്യണമെങ്കിൽ തന്നെ ഈ ഇൻസ്പെക്ടർ വിൻഡോയിലേക്കാണ് ഒരു കോഡ് ഫയൽ ആഡ് ചെയ്യാം. അതിനുശേഷം അതിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കോഡ് ചെയ്ത് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പം നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് മെയിനായിട്ട് ഇതിൽ വരുന്നത് ഒരു ക്യാമറ വരും, ഒരു ലൈറ്റിങ്ങും വരും. അപ്പം അത് വരുന്നത് ഈ ഹൈറാർക്കി വിൻഡോ നിൽക്കും. ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു വിൻഡോ ഹൈറാർക്കി. ആ ഹൈറാർക്കിയിൽ ഇപ്പോൾ നിങ്ങളെ സീൻസ് ഏതൊക്കെ ഉണ്ട് അത് ലോഡ് ആവും. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പം സാമ്പിൾ സീൻ എന്ന് പറഞ്ഞിട്ടേക്കും. സാമ്പിൾ സീനിൽ മെയിൻ ക്യാമറ ഉണ്ട്. മെയിൻ ക്യാമറ അത് ഇപ്പം ഡിഫോൾട്ടായിട്ടൊരു ക്യാമറയാണ്. പക്ഷേ ഇതിൽ കുറേ വേറെ ഫങ്ഷൻസ് ഉണ്ട്. ഈ സിനിമഷീൻ എന്നൊക്കെ പറഞ്ഞ് സിനിമാറ്റിക് ക്യാമറ. അപ്പം അതൊക്കെ നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് പിന്നെ പറയാം. ബട്ട് ആസ് ഓഫ് നൗ മെയിൻ ക്യാമറയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എലമെൻറ്റ് ഇടുകയാണെങ്കിൽ അത് ഷോക്കേസ് ചെയ്യണമെങ്കിൽ മെയിൻ ക്യാമറയിൽ കൂടിയാണ് കാണാം. പിന്നെ അതേപോലെ തന്നെ ഇതിലിപ്പോൾ സീൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ സാമ്പിൾ സീൻ ഓൾറെഡി ലോഡഡ് ആണ്, അത് ഓപ്പൺ ചെയ്യാം. പിന്നെ സെറ്റിങ്സ്, അതൊക്കെ അസറ്റ്സ് ആണ്. പിന്നെ ഇൻപുട്ട് സിസ്റ്റം, ഇതൊക്കെ എന്ന് വരുന്ന ഒരു പ്രൊജക്ട് ഫയലാണ്. പിന്നെ ഈ പ്രൊജക്ട് ഫയലിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. പ്രൊജക്ട് ഫയലിൽ നിങ്ങൾ എത്രത്തോളം അറേഞ്ച് ചെയ്ത് വെക്കുന്നോ അത്രത്തോളം നിങ്ങൾ വർക്ക് ഫ്ലോ ഈസി ആയിരിക്കും. എല്ലാ ഫോൾഡേഴ്സും, എല്ലാ അസറ്റ്സ് ഉണ്ടാക്കുന്ന ഫോൾഡേഴ്സും ഒക്കെ പ്രോപ്പറായി നെയിം ചെയ്ത് കഴിഞ്ഞാൽ, ലൈക്ക് ഒരു ഗെയിം ബിൽഡ് ചെയ്യുമ്പോൾ കുറേ അസറ്റ്സ് വേണം, കുറേ ഫയൽസ് വേണം. പക്ഷേ ഫയൽസൊക്കെ പ്രോപ്പർലി നെയിം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും. പിന്നെ വേറൊരു വിൻഡോ ഉണ്ട്, അതാണ് കൺസോൾ വിൻഡോ. ഇപ്പം നിങ്ങൾ കോഡ് ചെയ്യുമ്പം ഒരു ഇൻപുട്ട് എന്തെങ്കിലും കോഡ് ചെയ്യുക, ഇപ്പോൾ ഒരു മൂവ്മെൻറ്റിൻ്റെ ഇൻപുട്ട് കോഡ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ചെറിയ എറർ ഉണ്ടോ അല്ലെങ്കിൽ ഒരു വാർണിംഗ് ഇഷ്യൂ ഉണ്ടോ അതൊക്കെ കാണിക്കുക ഇവിടെയാണ്. പിന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഒക്കെ ഇൻഡെപ്ത് ആയിട്ട് പറഞ്ഞുതരാം, അടുത്ത ക്ലാസ്സസിൽ പറഞ്ഞുതരാം. ബട്ട് ആസ് ഓഫ് നൗ ഒരു കാര്യം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് വർക്ക് ആവുന്നുണ്ടോയെന്ന് അതൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്നത് കൺസോളിൽ കൂടെ ചെക്ക് ചെയ്യാം. പിന്നെ ഈ സെൻറ്ററിലുള്ള ആ ഒരു മെയിൻ സ്ക്രീനാണ് നിങ്ങൾക്ക് എല്ലാ വർക്കും നടക്കുന്നത്. നിങ്ങളെ എഡിറ്റ്സും നിങ്ങൾ അസറ്റ്സ് അറേഞ്ച് ചെയ്യുന്നതും ഒരു ഗെയിം ബിൽഡ് ചെയ്യേണ്ട മെയിൻ സംഭവങ്ങൾ, ആനിമേഷൻ എവിടെയൊക്കെ വേണം, ലൈറ്റിങ് എവിടെയൊക്കെ വേണം, പിന്നെ ക്യാമറ മൂവ്മെൻറ്റ്സ് എവിടെയൊക്കെ വേണം, ഒരു ആക്ഷൻ എവിടെയൊക്കെ വേണം എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് സീൻ. ആ സീനിലും കുറേ ടൂൾസ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആസ് ഓഫ് നൗ ഇപ്പോൾ സീനിൻ്റെ ഒരു ബേസിക് ഐഡിയ പറഞ്ഞുതരാണ്. അതേപോലെ തന്നെയാണ് ഈ ഗെയിം വ്യൂ. ഈ ഗെയിം വ്യൂ എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചത് റൺ ചെയ്യുന്നത് എങ്ങനെയാണ് ഔട്ട്പുട്ട് കാണുക എന്നുള്ളതാണ് ഗെയിം വ്യൂ കൂടെ കാണാം. അതുകൂടാതെ നിങ്ങൾക്ക് വേറൊരു വിൻഡോ മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. അത് പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ടാബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും. അതിൽ ആനിമേഷൻ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആനിമേഷൻ ടാബ് യൂസ്ഫുൾ ആണ്. ബിക്കോസ് നിങ്ങൾ ഗെയിമിലേക്ക് വേണ്ട ആനിമേഷൻസ് ഒക്കെ മാനേജ് ചെയ്യുന്നത് ആ ആനിമേഷൻ ടാബ് കൂടിയാണ്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഗെയിം വ്യൂവിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഗെയിം വ്യൂവിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ 2-3 ക്യാമറ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഓരോ ഡിസ്പ്ലേ ആയിട്ട് വെക്കാം. പിന്നെ ഗെയിമിനാണോ അല്ലെങ്കിൽ സിമുലേറ്ററാണോ അതിനനുസരിച്ച് സെലക്ട് ചെയ്യാം. പിന്നെ ഫോൺ അല്ലെങ്കിൽ ലൈക്ക് ഇപ്പോൾ PC-യിലാണോ ബിൽഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൊബൈൽ ഗെയിംസ് ആണോ ബിൽഡ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് സ്ക്രീൻ സൈസ്. ആ സ്ക്രീൻ സൈസ് ഏതാ വേണ്ടതെന്നുള്ള സെലക്ട് ചെയ്യാം. പിന്നെ ഈ വി സിങ്ക് എന്ന് പറയുന്നത് വേർട്ടിക്കൽ സിങ്ക് എന്ന് പറയും. വി സിങ്ക് ബേസിക്കലി യൂസ് ചെയ്യുക നിങ്ങൾ FPS സ്ക്രീനിൻ്റെ FPS ആയിട്ട് മാച്ച് ചെയ്യാനും സ്ക്രീനിൻ്റെ റെസല്യൂഷനായിട്ട് മാച്ച് ചെയ്യാനും. പിന്നെ അതേപോലെ തന്നെ സ്കെയിലിംഗ് എന്ന് പറയുന്നത് ഡിഫോൾട്ടായിട്ട് 1.3x ബട്ട് കീപ്പ് ഇറ്റ് ലൈക്ക് ദാറ്റ്, അതായിരിക്കും ബെറ്റർ.
ഫോർ നൗ. ബട്ട് നിങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് ഗെയിമിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സീനിൽ എന്തെങ്കിലും ചെക്ക് ചെയ്യണമെങ്കിലൊക്കെയാണ് സീൻ്റെ സ്കെയിൽ മാറ്റേണ്ടത്. അപ്പോൾ സ്കെയിൽ മാറ്റുന്നതിനനുസരിച്ച് സൂമിനും സൂം ഔട്ടും ആവുക ചെയ്യുക. 1.3 ഈസ് ഗുഡ്. ബട്ട് പിന്നെ നെക്സ്റ്റ് ഗെയിം ചെക്ക് ചെയ്യുമ്പോൾ റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് FPS ഒക്കെ പ്രോപ്പറാണോ, അല്ലെങ്കിൽ ഗെയിമിൽ റൺ ചെയ്യുന്ന എത്ര പിങ്ങിലാണ്, ലൈക്ക് എത്ര MS-ലാണ്, CPU എത്ര ഡിലേ വരുന്നുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്റ്റാറ്റ്സ് വിൻഡോ. ഈ സ്റ്റാറ്റ്സ് വിൻഡോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഗെയിം റെൻഡർ ചെയ്യുമ്പോൾ ഒക്കെ കാണാൻ പറ്റും FPS-ന് എത്ര ഡ്രോപ്പ് വരുന്നുണ്ട്, ഓരോ ഏരിയയിൽ എത്ര ഡ്രോപ്പ് വരുന്നുണ്ട്. ഇത് യൂസ്ഫുൾ ആവുക ബിൽഡ് ചെയ്യുമ്പോഴല്ല, ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് ഗെയിം ഒപ്റ്റിമൈസ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക ഇത്. പിന്നെ അതേപോലെ ഗിസ്മോസ്, അത് നമ്മളെ കൊളൈഡേഴ്സ്, ആനിമേഷൻസ് ഒക്കെ എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട്, ലൈക്ക് ഒന്നും കൂടിയും ഡിഫൈൻഡ് ആയിട്ട് കാണിക്കുക എന്തൊക്കെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു അസറ്റ് കാണുകയാണെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന സാധനങ്ങൾ മൊത്തം കാണിക്കണമെങ്കിൽ ഗിസ്മോസ് കൂടെ ചെക്ക് ചെയ്യാം. സോ ആനിമേഷൻ ടാബിലാണ് നിങ്ങൾ ഓരോ ആനിമേഷൻസ് ആഡ് ചെയ്യാം. ഈ ഒരു സ്ക്രീനിൽ ഈ പ്രിവ്യൂവിന് താഴെയായിട്ട് ഇപ്പോൾ ഒരു ആനിമേഷൻ ആഡ് ചെയ്യുകയാണെങ്കിൽ ഓരോ ലെയർ ആയിട്ട് ആനിമേഷൻ വരും. അത് സെലക്ട് ചെയ്ത് അതിന് വേണ്ട എഡിറ്റ്സ്, ഇത്ര ടൈമിനുള്ളിൽ ഇത്ര ആനിമേഷൻ കാണിക്കണം എന്നൊക്കെ വരുന്നത് ഈ ആനിമേഷൻ ടാബിലാണ്. സോ ഇത് ഡിഫോൾട്ടായിട്ടുള്ള യൂണിറ്റിൻ്റെ ലേഔട്ട് മാത്രമാണ്. പിന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ഇത് ഡ്രാഗ് ചെയ്തിട്ട് ഇപ്പോൾ എനിക്ക് ഇൻസ്പെക്ടർ ലെഫ്റ്റിൽ വേണം, അതേപോലെ തന്നെ ഗെയിം വ്യൂ ഒക്കെ ഒരു ലൈക്ക് പ്രോപ്പറായിട്ട് സൈഡിലായിട്ട് വേണം. അപ്പം ഗെയിം വ്യൂ ഒക്കെ ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മാത്രം മതി. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് അതേപോലെ തന്നെ അഡ്ജസ്റ്റും ചെയ്യാം, നിങ്ങൾക്ക് വേണ്ട സൈസിന് അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ യൂണിറ്റി കുറേ ഡിഫോൾട്ടായിട്ട് ലേഔട്ട്സ് സെറ്റാക്കിയിട്ടുണ്ട്. അതിൽ ഇപ്പോൾ 2x3 ഉണ്ട്. 2x3 എന്ന് പറയുന്നത് ഈ ഒരു ആസ്പെക്റ്റിലുണ്ടാവും. ഗെയിം വ്യൂവും സീനും ഓൾറെഡി ഒരേ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗെയിം വ്യൂവിൽ എങ്ങനെ ഉണ്ടാവും, നിങ്ങൾ റെൻഡർ ചെയ്യാൻ പോകുന്നതിന് മുന്നേ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ചെക്ക് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഒരേ സാധനം പല പെർസ്പെക്റ്റീവിൽ കാണണമെങ്കിൽ 4 സ്പ്ലിറ്റ് ഉണ്ട്. ആ 4 സ്പ്ലിറ്റിൽ നിങ്ങൾക്ക് 2D പെർസ്പെക്റ്റീവിലും ഒക്കെ കാണാം. ആ 2D പെർസ്പെക്റ്റീവ് ചെക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഈ സ്ക്രീന് ഡിഫോൾട്ട് ആക്കിയിട്ട്, ഇപ്പം 2D പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ഓർത്തോഗ്രാഫിക് പെർസ്പെക്റ്റീവ് എന്നും വിളിക്കും. അത് ജസ്റ്റ് ഇവിടെ ഈ ഒരു ഓപ്ഷൻ, ഈ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഐസോമെട്രിക് ആവും. സോ ഐസോമെട്രിക് ഇസ് ഓൾസോ നോൺ ആസ് ഓർത്തോഗ്രാഫിക് വ്യൂ. അതിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 2D ലെവലിലേക്കും ഗെയിം വ്യൂ കാണാം. പിന്നെ ഈ ഒരു സ്മോൾ പാനൽ, ആ സ്മോൾ ബാർ എന്ന് പറയുന്നത് ഒരു ലൈക്ക് ക്രോസ് പോലെ കാണാം. അത് ഓരോ ആക്സിസിനെ പറ്റി പറയുന്നത്, X ആക്സിസ്, Y ആക്സിസ്, Z ആക്സിസ്. അത് 3Dയിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ 2Dയിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഏത് ആക്സിസിലാണ് അത് നിൽക്കുന്നത്, ഏത് ആക്സിസിലാണ് അത് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മൂവ് ചെയ്യേണ്ടതെന്നൊക്കെ കാണുക. ആ കളേഴ്സ് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. ഞാനൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി കാണിച്ചു തരാം. സോ ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഹൈറാർക്കിയിൽ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ ഒരു 3D ഒബ്ജക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ആസ് ഓഫ് നൗ ഞാൻ 3D ഒബ്ജക്റ്റ് ഉണ്ടാക്കി കാണിച്ചു. ഒരു ബേസിക് ക്യൂബ് ഉണ്ടാക്കും. ക്യൂബിന് ഇപ്പോൾ ഞാൻ ടെസ്റ്റ് ക്യൂബിന് നെയിം ചെയ്തു. അപ്പം ഈ ക്യൂബിലേക്ക് ഇപ്പോൾ ക്യൂബ് സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ക്യൂബിലേക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ, ക്യൂബ് എടുത്ത് കാണിക്കണമെങ്കിൽ ജസ്റ്റ് F എന്നുള്ള കീബോർഡിൽ ഞെക്കിയാൽ മതി. F എന്ന് ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. പിന്നെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാൻ പറ്റും ഏതാ വേണ്ടതെന്ന്. ഇപ്പോൾ കുറേ മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഹൈറാർക്കി പാനലിൽ പോയിട്ട് അതിൻ്റെ നെയിം അനുസരിച്ച് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വലി നിങ്ങൾക്ക് ഈ സീനിൽ തന്നെ സെലക്ട് ചെയ്യാം. പിന്നെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സൂമിനും സൂം ഔട്ടും ചെയ്യാം. അതേപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ മൂവ് ചെയ്യുകയാണെങ്കിൽ, റൊട്ടേറ്റ് ആവും, കംപ്ലീറ്റ് സ്ക്രീൻ റൊട്ടേറ്റ് ആവും. അതേപോലെ തന്നെ മിഡിൽ മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ചെയ്തതാണെങ്കിൽ സ്ക്രീൻ ഒന്നായിട്ട് മൂവ് ചെയ്യും. ഓക്കെ, സോ നൗ നമ്മൾ ഇൻസ്പെക്ടറിനെ പറ്റി പറഞ്ഞില്ലായിരുന്നു. ഈ ഇൻസ്പെക്ടർ വിൻഡോയിൽ വരുന്ന ബേസിക് സാധനങ്ങളാണ്. ഇത് നെയിം ആയിരിക്കും. നിങ്ങൾക്ക് അതേപോലെ തന്നെ ടാഗ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആസ് ഓഫ് നോ ടാഗിങ് എന്ന് പറയുന്നത് എന്താ ഒബ്ജക്റ്റിന് ഒരു ടാഗ് കൊടുക്കുക, ജസ്റ്റ് ഇപ്പോൾ ഒരു നെയിം ടാബ് കൊടുക്കുന്ന പോലെയാണ്. പക്ഷെ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിക്ക് കോഡിലാണ് മെയിൻലി യൂസ് ചെയ്യുക. പിന്നെ ലെയർ, അതിപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെയേഴ്സ് ഉണ്ട്. ഇപ്പോൾ വാട്ടർ ആണോ, അല്ലെങ്കിൽ UI-ന് ലെയർ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ലെയർ ആഡ് ചെയ്യണമെങ്കിൽ തന്നെ അവിടെ ഒരു ലെയർ, ഇപ്പോൾ ഈ ക്യൂബിന് ക്യൂബ് ലെയറിന് ഞാൻ ആഡ് ചെയ്തു.
ആൻഡ് യാ ദാറ്റ്സ് ഡൺ. സോ അങ്ങനെ ആയിട്ട് പിന്നെയും സെലക്ട് ചെയ്യുക, ജസ്റ്റ് നെയിം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ക്യൂബ് ലെയറിന്. അപ്പോൾ നിങ്ങളിപ്പോൾ ഡിഫോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ തേർഡ് ഓപ്ഷനായിട്ട് ക്യൂബ് ലെയറിന് കാണാം. പിന്നെ മെഷിലാണ് ഇൻട്രാക്ഷൻസ് വരും, ലൈക്ക് മെഷിന് കൊളൈഡേഴ്സ് ആക്ടിവേറ്റ് ചെയ്യും. ക്യൂബ് ഇപ്പം റെൻഡർ ആവണമെങ്കിൽ തന്നെ ആ ക്യൂബ് റെൻഡർ ആവണമെങ്കിൽ മെഷ് എന്ന് പറഞ്ഞ ആ കോൺസെപ്റ്റിലാണ് റെൻഡർ ആവുക. അത് നമുക്ക് ഇൻഡെപ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, ജസ്റ്റ് ഇപ്പോൾ നോട്ട് ചെയ്താൽ മതി. ലൈക്ക് മെഷ് ഫിൽട്ടർ വെച്ചിട്ട് ആ മെഷിലാണ് ക്യൂബൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഒരു മെറ്റീരിയൽ ആഡ് ചെയ്യണമെങ്കിൽ ഒരു മെറ്റീരിയൽ ആഡ് ചെയ്യാം, ലൈറ്റിംഗ് ചെക്ക് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ മെയിനായിട്ട് നോക്കേണ്ട ബോക്സ് കൊളൈഡേഴ്സ്. ഈ കൊളൈഡേഴ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ മെഷ് വെച്ചിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതിപ്പം ട്രിഗർ ചെയ്യാം, അതൊക്കെ നമ്മൾ ഡെപ്തിൽ പഠിക്കും. പിന്നെ ഇതാണ് ഒരു മെറ്റീരിയലിൻ്റെ പാനൽ. ഇപ്പം മെറ്റീരിയൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയലിൻ്റെ പാനലിൽ നിങ്ങൾക്ക് എഡിറ്റ്സ് നടത്താം. ഓക്കെ, സോ ഇതിപ്പോൾ ഞാൻ ഡിഫോൾട്ട് വ്യൂവിലേക്ക് തന്നെ ആക്കി. പിന്നെ നിങ്ങൾക്ക് അതേപോലെ തന്നെ വേറെ വ്യൂ, നിങ്ങൾ സ്വന്തമായിട്ട് കസ്റ്റം വ്യൂ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഇപ്പം യൂണിറ്റി നിങ്ങളെ സോഫ്റ്റ് സിസ്റ്റത്തിൽ മാത്രം ആ യൂണിറ്റിയിൽ സേവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് സേവ് ലേ ഔട്ടിന് ആക്കിയാൽ മതി. പിന്നെ ഇതിപ്പോൾ മൾട്ടിപ്പിൾ യൂസേഴ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു സിസ്റ്റമും ഉണ്ട്, വേറൊരു സിസ്റ്റത്തിലും യൂസ് ചെയ്യണമെങ്കിൽ ആ സേവ് ലേ ഔട്ട് ഫയലിന് സെലക്ട് ചെയ്യാം. എന്നിട്ട് ലൈക്ക് ഇപ്പം എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്റത്തിലേക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ ഞാൻ ഈ സേവ് ലേ ഔട്ട് ഫയലിനാക്കിയിട്ട് ആ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ഫയൽ ഷെയർ ചെയ്യും. ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ലോഡ് ലേ ഔട്ടിനുള്ള ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ലേ ഔട്ട് സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. സോ റൈറ്റ് നൗ ഇതാണ് ബേസിക് ഓഫ് യൂണിറ്റി. യൂണിറ്റിന് നിങ്ങൾക്ക് വിൻഡോ എന്താണ്, ലൈക്ക് ഓരോ വിൻഡോസ് എന്തിനാണ്, ഈ ആനിമേഷൻ പാനൽ, സീൻ, ഗെയിം പാനൽ ഒക്കെ എന്താ, ഗെയിം വ്യൂ ഒക്കെ എന്താണെന്നുള്ളത് പറഞ്ഞു തരുന്നത്. സോ ആസ് ഓഫ് നൗ ഇതാണ് യൂണിറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് സെഷൻ.